ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളെ കാർഡ്ബോർഡ് ബോക്സൊക്കെ കെട്ടിയിട്ട് വരുന്ന ഒരു റിബണാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ റിബണാണ്. ഇതിൻ്റെ ആ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ ആ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്നുള്ള എനിക്കൊരു തോന്നലുണ്ടാക്കിയത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് ആദ്യം തന്നെ നമ്മൾ ഇത് ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ കുറേ ലീവ്സ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഈ കട്ട് ചെയ്ത ലീവ്സൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അത് കത്രിക ഉപയോഗിച്ചൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ കുറേ ലീവ്സ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്ററാണ്. അതിനുള്ളിലൊരു കള്ളിമുൾച്ചെടിയായിരുന്നു, അത് ഓൾറെഡി പോയി. അപ്പം ഇത് വെറുതെ ഇങ്ങനെ കിടക്കുന്ന ഒരു പോട്ടായിരുന്നു. ഇതിൽ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ കറക്റ്റ് സൈസിലുള്ളൊരു തെർമോക്കോള് കട്ട് ചെയ്തു. ഇതിൻ്റെ രണ്ട് എഡ്ജും പോയിൻറ്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ട പണിയേ ഉള്ളൂ. ഈ പോട്ട് നിറച്ച് ഈ ലീവ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ലുക്ക് വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇൻഡോർ പ്ലാന്റ് റെഡി ആയി കഴിഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻഡോർ പ്ലാന്റ് റെഡി ആയി കഴിഞ്ഞു. ഇതൊരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്തതാണ്, നമുക്ക് മനസ്സിലാവുകയില്ല, അത്രയ്ക്ക് ഫിനിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്